എന്നാച്ചാ? 2 ദിവസമായിട്ട് കിരണെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മെസ്സേജിന് റിപ്ലൈയും ഇല്ല. ചെന്നൈയിലൊരു ഒഫീഷ്യൽ മീറ്റിങ്ങിന് പോയതാ. യു ട്രസ്റ്റ് ലൈക്ക് എനിത്തിങ്. இந்த ஆம்பளை பசங்களை நம்ப முடியாது. ഋതു, നീ കിരണെ പറ്റി എപ്പോഴും ഇങ്ങനെ പറയരുത്. ഐ എം നോട്ട് ഫീലിംഗ് വെരി കംഫർട്ടബിൾ. സോറി. 2 பிளேட் ஷவர்மா, அப்புறம் ஒரு ரோல் ஷவர்மா. அப்புறம் மைனஸ் செப்பரேட்டாக கொடுங்க. എക്സ്ക്യൂസ് മീ. எஸ் மேம். ബിൽ. ஆ பில்லு. மேம் யுவர் பில். ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. பரவாயில்ல மேம், நம்மகிட்ட கூகுள் பே இருக்கு. ഫോൺ എടുക്കാനും മറന്നു. என்ன விளையாடுறீங்களா? ഇങ്ങിരുന്നൊരു 5 മിനിറ്റ് നടന്നാൽ എന്റെ ഫ്ലാറ്റ് എത്തും. ഞാൻ പോയി എടുത്തിട്ട് വരലാം. நீங்க போயிட்டு வருவீங்கன்னு என்ன உறுதி? ഉറുതി. கேரண்டி. இந்த ബാഗ് ഇവിടെ ഇരിക്കട്ടും. பேக்லாம் வேணாம். கோல்டு இருக்கா? கோல்டு. ഗോൾഡ്. മലയാളിയാണോ? ആ, എന്താ പ്രശ്നം? ഞാൻ ഇന്ന് ഈ സിറ്റിയിൽ വന്നതേ ഉള്ളൂ. ഇവിടെ രാജ്കുമാർ ഫൈനാൻഷ്യൽ കൺസൾട്ടൻസി, അവിടെ ജോയിൻ ചെയ്യാൻ വന്നതാ. ഇവിടെ തൊട്ടടുത്തൊരു ഫ്ലാറ്റ് റെന്റിന് എടുത്തിട്ടുണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാനായിട്ട് ബാഗ് കൊടുത്ത് ഇറങ്ങി. ഫോണും പേഴ്സും ഫ്ലാറ്റിലായി പോയി. ബില്ല് എவ்வளோ? 1400. നല്ല വിശപ്പുണ്ടായിരുന്നു. தேங்க்யூ சார். தேங்க்யூ மேம். ഓക്കെ, ഞാൻ സാറിന് എങ്ങനെ തിരിച്ചു തരും? അത് ഞാൻ വാങ്ങിച്ചോളാം. സാറിന്റെ പേര്? ബാലൻസ് വാങ്ങിച്ചോണേ. സാറിന്റെ നമ്പർ എന്നാ ഞാൻ ജിപേ ചെയ്യാം. Yeah, we'll meet again for sure. உங்க கதையை கேட்டா கிளிஷ சினிமா கதை மாதிரி இருக்கே. சார், ஒரு மிஸ்ஸிங் கேஸ் ரிப்போர்ட் பண்ணோன்னா இவங்களோட ஃப்ளாஷ்பேக் எல்லாம் சொல்லணுமா? இத பாருமா, உங்க லவ்வோட டெப்த் தெரிஞ்சாதான் இது மிஸ்ஸிங்கா இல்ல அல்வாகெல்லாம் கொடுத்துட்டு போனான்னு தெரிஞ்சுக்க முடியும். அதுக்கு தான் கேக்குறேன். சார், கிரண் என்கிட்ட இருந்து எதுவும் மறக்கிறது இல்லை. எங்க போறேன், எதுக்கு போறேன்னு எல்லாம் டீட்டெயில்டா சொல்லுவா. ஆனா இந்த 3 டேஸா ஃபோன் சுவிட்ச் ஆஃப்ல இருக்கு. எங்க லைஃப்ல இந்த மாதிரி நடந்ததே இல்லை. அதனால தான் சார் இங்க வந்திருக்கோம். ഹലോ, നീ വീട്ടിലില്ലേ? ഞാൻ വീടിന്റെ പുറത്തുണ്ട്. നീ ഒന്ന് പെട്ടെന്ന് വാതിൽ തുറന്നേ. നീ എന്താ വല്ലാതിരിക്കുന്നത്? പറയാം. നിന്നെ എസ് ഐ വിളിച്ചിരുന്നോ? ഇല്ല, നിന്നെ വിളിച്ചിരുന്നോ? കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ട്രെയിൻ അപകടം ഉണ്ടായില്ലേ? ആ ട്രെയിനിലേക്ക് ഇരുന്നുണ്ടായിരുന്നു. ആൻഡ് the worst has happened.